ടൈഗർ, വെൽക്കം വെൽക്കം. വാ ഇങ്ങോട്ടിരിക്കേ. വിക്രം അഭിനവിനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിൽ തന്നെ പിടിച്ചിരുത്തി. അതിനുശേഷം അവനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണെന്ന് അവനെ അറിയിച്ചു. അതിനുശേഷം വിക്രം തന്റെ കൈയൊന്നടിച്ചതും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ കയ്യിൽ ഒരു തളികയുമായി അങ്ങോട്ടേക്ക് നടന്നു വന്നു. അയാൾ കൊണ്ടുവന്ന തളികയിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. വിക്രം ആ പെട്ടി തന്റെ കയ്യിൽ എടുത്തതിന് ശേഷം അഭിനവിനെ നോക്കാൻ തുടങ്ങി. മോനെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രമായി പ്രിപ്പയർ ചെയ്തതാ. കഴിഞ്ഞ 18 വർഷമായി ഇതിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇനി ഇത് ഏറ്റവും അർഹതപ്പെട്ടവന്റെ കയ്യിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു. വിക്രമങ്കൾ, എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല. വളരെ കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാ. സമയം വരുമ്പോ ഇത് നിനക്ക് പ്രയോജനം ചെയ്യും. വിക്രമിന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ പുറത്തേക്ക് വന്നതും അയാളുടെ കയ്യിലെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഹലോ. ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയതും വിക്രമിന്റെ മുഖഭാവം സീരിയസ് ആകാൻ തുടങ്ങി. ശരി, ഞാൻ നോക്കിക്കോളാം. ടൈഗർ, ഐ ആം സോറി. എനിക്ക് തോന്നുന്നു ഈ ലഞ്ച് നീ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുമെന്ന്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, അത് സെറ്റിൽ ചെയ്യണം. ഞാൻ നിനക്ക് തരുന്ന ഈ ഗിഫ്റ്റ് നിന്റെ ബർത്ത്ഡേയുടെ അഡ്വാൻസ് ട്രീറ്റ് ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ? എനിക്ക് മനസ്സിലായി. അങ്കിൾ പോയി അങ്കിളിന്റെ ജോലി ചെയ്യും. ഇത് ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു ഇൻ അഡ്വാൻസ്. എന്നാൽ ശരി ടൈഗർ, നമ്മൾ വൈകാതെ ഒരുമിച്ച് ലഞ്ച് കഴിക്കും. ഓക്കെ? ഇതും പറഞ്ഞുകൊണ്ട് വിക്രം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അഭിനവിന്റെ ശ്രദ്ധ മുഴുവൻ കയ്യിലെ ആ കുഞ്ഞു പെട്ടിയിലായിരുന്നു. ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അവൻ ആ പെട്ടിയെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. ലഞ്ചിന് എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള വിക്രമിന്റെ പോക്ക് അഭിനവിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. വിക്രമങ്കളിന് പെട്ടെന്ന് എന്ത് ജോലിയാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു ചെറിയ പ്രശ്നമാകണമെന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാകണമെന്നും പ്രതീക്ഷിക്കാം. ലഞ്ച് പൂർത്തിയാക്കിയതിനു ശേഷം അഭിനവ് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട് ലക്ഷ്യമാക്കി പോയി. വീടെത്തിയതിനു ശേഷം അവൻ തന്റെ കയ്യിലിരുന്ന ആ കുഞ്ഞു പെട്ടി തുറന്നു. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുഗന്ധം വരാൻ തുടങ്ങി. ആ ഗന്ധം അവനെ മത്തു പിടിപ്പിച്ചു. അത് അങ്ങനത്തെ ഒരു ഗന്ധമായിരുന്നു. ആ പെട്ടിയിൽ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും അഭിനവിന്റെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. എന്താ ഇത്? ശരിക്കും ഇത് വല്ല മരുന്നുമാണോ? ഇത് കഴിച്ച ശരിക്കും ശരീരത്തിന് എന്തെങ്കിലും ശക്തികൾ ലഭിക്കോ? പക്ഷെ ഇത് തീരെ ചെറിയൊരു ഗുളികയാണല്ലോ. ഇനി വിക്രമങ്കളിന് ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതായിരിക്കോ? അഭിനവ് എന്തായാലും ആ ഗുളിക കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അവൻ ആ ഗുളിക എടുത്ത് വായിൽ വച്ചപ്പോൾ തന്നെ വെള്ളം പോലുമില്ലാതെ അത് വായിൽ അലിഞ്ഞു ചേർന്നു. അവൻ ഗുളിക എവിടെ പോയെന്ന് വായ മൊത്തം നോക്കി. വിക്രം എന്തായാലും അവന് മോശമൊന്നും ചെയ്യില്ലെന്ന് അവൻ കരുതി. എന്നാൽ ആ ഗുളികയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്നിനെയും കുറിച്ച് ആലോചിക്കാതെയാണ് അവൻ ആ ഗുളിക കഴിച്ചത്. ഇനി അവനെങ്ങാൻ മരിച്ചു പോകുമോ? പെട്ടെന്ന് അവന്റെ വയറിനുള്ളിൽ സഹിക്കാൻ സാധിക്കാത്തൊരു വേദന അനുഭവപ്പെട്ടു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ വേദന ശരീരം മുഴുവൻ പടരുകയും അവന്റെ ബോധം നഷ്ടമാവുകയും ചെയ്തു. അവന് ബോധം തിരിച്ചു വരുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. അവൻ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം അവന് ചുറ്റിലും അവൻ അനുഭവപ്പെട്ടു. അവന്റെ ശരീരവും ചുറ്റുപാടും മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം കൊണ്ട് നിറഞ്ഞിരുന്നു. അവന് വല്ലാത്തൊരു ഡിസ്ഗസ്റ്റിംഗ് ഫീൽ തോന്നി. അവന് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. കുളിക്കാൻ വേണ്ടി അവൻ ബാത്റൂമിലേക്ക് ഓടി. ശരീരം നന്നായി വൃത്തിയാക്കാൻ തന്നെ അവൻ 1 മണിക്കൂർ വേണ്ടി വന്നു. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ ബോധം കെട്ട് വീണുകിടന്ന സ്ഥലത്തിന് ചുറ്റും ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം പരന്നു കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. അത് വൃത്തിയാക്കാൻ അവന് വീണ്ടും 1/2 മണിക്കൂർ വേണ്ടി വന്നു. വിക്രമങ്കളിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ശക്തി ലഭിക്കുന്നത് പോട്ടെ, ഇത് തലവേദന കേസായിപ്പോയി. എവിടെ നിന്ന് വരുന്ന ഈ ദുർഗന്ധം? ഇനി ഈ ഗുളികയ്ക്ക് വേറെ എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ മുറി വൃത്തിയാക്കി കഴിഞ്ഞതും അനന്യയും മുത്തശ്ശനും കൂടി വീട്ടിലേക്ക് വന്നു. നല്ല കളക്ഷൻ ആയിരുന്നല്ലേ? കൃത്യസമയത്ത് തിരിച്ചു വരാൻ പറ്റി. അതെ അതെ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ? കുറച്ച് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ആഹാരം കഴിക്കാൻ പുറത്തു പോയാലോ എന്ന്. കൊള്ളാലോ, പുറത്തുപോയി ആഹാരം കഴിക്കാനുള്ള കൊതി കണ്ടോ? മുഴുവൻ സമയം വീട്ടിലില്ലേ? ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്നറിയില്ലേ? ഈ അടുത്തായിട്ട് ഇവൻ കുറച്ച് കൂടുതൽ ബിസി ആകുന്നതായിട്ട് തോന്നുന്നില്ലേ? അനന്യയ്ക്കും അഭിനവിന്റെ അടുത്ത് ചില സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവന്റെ പെരുമാറ്റം കണ്ടതുകൊണ്ട് അവനെ ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല. ആക്ച്വലി മുത്തശ്ശ, ഞാനും ആലോചിക്കായിരുന്നു നമുക്ക് പുറത്തുപോയി കഴിച്ചാലോ എന്ന്. പുറത്തുപോയിട്ട് കുറച്ചായില്ലേ. അനന്യയുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾ തന്നെ സഹായിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അഭിനവിന്റെ മനസ്സിലെ പൂക്കൾ വീണ്ടും വിരിയാൻ തുടങ്ങി. അഭിനവ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നീ അല്ലേ എന്നും ആഹാരം ഉണ്ടാക്കുന്നത്. ഇന്നെന്തു പറ്റി? ഈ എക്സ്ക്യൂസസ് പറയുന്ന പരിപാടി ഒന്ന് നിർത്ത്. ശരി. മറ്റന്നാള് സൗരവേട്ടന്റെ ബർത്ത്ഡേ. 2 ദിവസത്തിനുള്ളിൽ പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. വില പിടിച്ചത്. വാങ്ങുന്നതിന് മുമ്പ് 100 തവണ ആലോചിക്കണം. അല്ലെങ്കിൽ എപ്പോഴും പോലെ എനിക്കും എംബാരസ്ഡ് ആകേണ്ടി വരും. സൗരവിന്റെ ജന്മദിന ദിവസം എത്തി.
അവിടേക്ക് അനന്യയും മുത്തശ്ശനും ഒരുമിച്ചും അഭിനവ് പ്രത്യേകവുമാണ് വന്നത്. സൗരവിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയായിരുന്നു അത്. സമയം കണ്ടല്ലോ അല്ലേ? അഭിനവ് ഇതുവരെ എത്തിയിട്ടില്ല. അനന്യ അവനെയും കാത്തു നിൽക്കുകയാണ്. അഭിനവ് ഇത്തവണ സ്വന്തമായി ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് അനന്യയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു, അതും വില പിടിച്ചത്. സമയം പോകുന്തോറും അവൾ ടെൻഷനായി. എന്നാൽ കയ്യിൽ ഒരു തടിയുടെ വെറും പെട്ടിയുമായിട്ട് അവൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം മാറി. എന്താ വാങ്ങിച്ചുകൊണ്ട് വന്നത്? ഒന്നുമില്ലെങ്കിലും ഈ ബോക്സിനൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യായിരുന്നില്ലേ? അത് പിന്നെ എനിക്കും റാപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ലായിരുന്നു. അത് വിട്ടേക്ക്. ബോക്സ് എങ്ങനെയായാലും എന്താ, ബോക്സിനകത്തുള്ള സാധനം എന്താണ് എന്നതല്ലേ മാറ്റർ. എല്ലാവരും ഇപ്പൊ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങും. നീയും അതിന്റെ കൂട്ടത്തിൽ കൊണ്ട് ഇത് വെച്ചോണം. ഇത്തവണ എനിക്കൊരു ഡ്രാമയും കാണാൻ താല്പര്യമില്ല. എനിക്ക് മടുത്തു. നീ പറഞ്ഞതുപോലെ ചെയ്തോളാം. സൗരവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീരാഗ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിനവിനെ ഒന്ന് തോണ്ടാനുള്ള ഈയൊരു അവസരം കളഞ്ഞു കുളിക്കാൻ അവനൊരു താല്പര്യവുമില്ലായിരുന്നു. ആഹാ, നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ചവന്മാരും പാർട്ടിക്കൊക്കെ വരുമോ? ശ്രീരാഗ്, അഭിനവ് എന്റെ ഭർത്താവാ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അനന്യ, എനിക്ക് നിന്റെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇവന്റെ കല്യാണം ഒരു കോടീശ്വര കുടുംബത്തിൽ നിന്നാണ് എന്നത് ഈ ദരിദ്രവാസി അറിഞ്ഞിരിക്കണമല്ലോ. എത്ര നാളാണ് ഇങ്ങനെ പിച്ചക്കാരനെ പോലെ ഇവൻ നടക്കുക? പോയി നിന്റെ ജോലി നോക്ക്. ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കരുത്. വാചകോടി നിർത്തറ. നിന്റെ നില എറിഞ്ഞു വേണം പെരുമാറാൻ. സാധാരണ ഡെലിവറി ബോയ് ആണ് നീ. അനന്യ നിന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി ഷോ കാണിക്കുന്നു. ഞാൻ എത്ര യൂസ്ലെസ് ആണ് എന്നത് ഇവിടുത്തെ വിഷയമല്ല. എന്തായാലും ഞാൻ നിന്നേക്കാൾ ബെറ്റർ ആണ്. അതുകൊണ്ടാണല്ലോ BR കമ്പനി ചവറ് പോലെ നിന്നെ എടുത്ത് വലിച്ചെറിഞ്ഞത്. കാര്യങ്ങൾ കൈവിട്ടു പോയി തുടങ്ങിയിരുന്നു. ശ്രീരാഗിന് നഗരത്തിലെ വലിയ ഗുണ്ടകളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ഇതറിഞ്ഞിട്ടും അഭിനവ് ശ്രീരാഗുമായിട്ട് തർക്കിക്കാൻ തയ്യാറായി. അവന്റെ കാര്യം തീരുമാനമായി. ഈ കോലത്തിൽ ഇനി അവൻ തിരിച്ചു പോവില്ല. അവൻ അങ്ങനെ തന്നെ വേണം. അനന്യയുടെ കുടുംബത്തിലുള്ളവർ അഭിനവിനെ അടിച്ചോടിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു നിന്നു. ശ്രീരാഗ് തന്റെ സകല ശക്തിയും എടുത്ത് അഭിനവിനെ അടിക്കാൻ ഓങ്ങി. എന്നാൽ പെട്ടെന്ന് അഭിനവ് അവന്റെ കൈ തടഞ്ഞതിനു ശേഷം ശക്തമായി പറഞ്ഞു, നിനക്ക് ഇനിയും എന്നെ അടിക്കണമെന്നുണ്ടോ? പന്ന നായ, ഞാനിവിടെ നിന്റെ ചോര വീഴ്ത്തും. ശ്രീരാഗിന്റെ വായിൽ നിന്നും സിനിമാ സ്റ്റൈൽ ഡയലോഗ് കേട്ടതും അഭിനവ് അവന്റെ കൈ പിടിച്ച് തിരിച്ചോടിക്കാൻ തുടങ്ങി. അവസ്ഥ മോശമായതറിഞ്ഞ് അവൻ അലറി വിളിക്കാൻ തുടങ്ങി. നിനക്കെന്നെ വെറുപ്പാണല്ലേ? ഇനി നിന്റെ കൈ എന്റെ ശരീരത്തിൽ പതിച്ച നീ ശരിക്കും കൈയില്ലാതെ പോകും. തന്റെ കൈയുടെ യഥാർത്ഥ ശക്തി കണ്ട അഭിനവ് പോലും ശരിക്കും അത്ഭുതപ്പെട്ടു. ഇത്രയും ശക്തി എവിടെ നിന്ന് വന്നു? ഇത് വിക്രം കൊടുത്ത ക്യാപ്സൂളിന്റെ റിസൾട്ട് ആണോ? ശ്രീരാഗ് വേദന കൊണ്ട് പുളഞ്ഞ് തറയിൽ കിടന്നു. എന്താ ഇത്? നീ ആരാണെന്നാ നിന്റെ വിചാരം? ഇന്ന് ഗൗരവന്റെ പിറന്നാളാണ്, സന്തോഷിക്കേണ്ട ദിവസം. അഭിനവ് ദേഷ്യത്തിൽ ഹരിദേവിനെ നോക്കി. ഇന്ന് നിന്നെ ഇവിടെ ഇട്ട് തീർത്തില്ലെങ്കിൽ എന്റെ പേര് ശ്രീരാഗ് എന്നല്ല. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് തന്റെ ഫോൺ കയ്യിലെടുത്തു. അതിനുശേഷം ഒരു നമ്പർ ഡയൽ ചെയ്തു. അഭിനവ് ഇത്രയും നാളും ഹരിദേവിനെ സഹിച്ചു. പക്ഷേ ഇത് ക്ഷമയ്ക്കും അപ്പുറമായിരുന്നു. എന്റെയും അനന്യയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാൻ ചെയ്യുന്നതൊന്നും തന്റെ കണ്ണിൽ പിടിക്കില്ല. എപ്പോഴും താൻ എന്റെ മേൽ ചാടിക്കടിച്ചിട്ടേ ഉള്ളൂ. എന്നെ അടിച്ച ഈ അടി അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ 2 വർഷം വളർത്തിയ ഈ പട്ടിയുണ്ടല്ലോ, ഈ പട്ടി തിരിച്ചു പോകാൻ പോവാ. പിന്നെ കുരച്ചിട്ടല്ല, കടിച്ചിട്ടാണ് പോകുന്നത്. ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സൗരവ് എന്റെ അടുത്ത് വന്ന് മാപ്പ് പറയണം. എന്റെ കാൽക്കൽ വന്ന് അവൻ അപേക്ഷിക്കണം. Just shut up. അനന്യയുടെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു. അഭിനവിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവനാകെ മാറിപ്പോയതായി അവൾക്ക് തോന്നി, ഏതോ ഒരു അജ്ഞാതനെ പോലെ. അഭിനവ് പറഞ്ഞത് കേട്ട് അവിടെയുള്ളവരെല്ലാം ഷോക്കായി കഴിഞ്ഞിരുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ അഭിനവിനെ പോലെ ഒരുത്തൻ ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കുമെന്ന്? എവിടെ പോകുന്നു? നിൽക്കവിടെ. പോകാൻ ആര് പറഞ്ഞു? ഇവിടെ തന്നെ നിൽക്ക്. കാണിച്ചു തരാം ഇവിടെ വെച്ച് നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ശ്രീരാഗ് ഇത് പറഞ്ഞു നിർത്തിയതും ഹോട്ടലിന് പുറത്ത് കുറച്ച് കാറുകൾ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി. ശ്രീരാഗ് അഭിനവിന്റെ ജീവൻ എടുക്കാനുള്ള കൊട്ടേഷൻ നഗരത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയ്ക്കാണ് നൽകിയത്. തന്റെ ആളുകൾക്കൊപ്പം ഇർഫാൻ എന്ന ആ ഗുണ്ട അകത്തേക്ക് കയറി വന്നു. ഇർഫാൻ ദേഷ്യത്തോടെ വന്നത് കണ്ട് ശ്രീരാഗ് അടുത്തേക്ക് ഓടി. കറക്റ്റ് സമയത്താണ് നിങ്ങൾ വന്നത്. പറമോനെ, എന്താ പ്രശ്നം? ഏത് മാലിന്യത്തെയാണ് ഞാൻ നീക്കം ചെയ്യേണ്ടത്? ദാ ആ നിൽക്കുന്ന മാലിന്യത്തെയാണ്. അപ്പൊ നീയാണ് ശ്രീരാഗിനെ അടിച്ചത്? കുരച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന പട്ടിക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണ്ടേ? മോനെ, നീ ഇപ്പോഴും ചെറുപ്പമാ. നിന്റെ രക്തത്തിൽ നല്ല തിളപ്പ് കാണും, എനിക്കത് മനസ്സിലാവും. പക്ഷെ എന്നോട് ഒരുത്തനും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നതും കൂടി നീ അറിയണം. നിങ്ങളോട് ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എൻ്റെ വിഷയമല്ല. പക്ഷെ താൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ തനിക്ക് നല്ല റിഗ്രറ്റ് അടിക്കേണ്ടി വരും. ശരിയാണ്, നിനക്ക് നല്ല അറഗൻസ് ഉണ്ട്. തന്നെ പോലെ ഒരു സാധാരണക്കാരന്റെ മുന്നിൽ അരഗന്റ് ആകേണ്ട കാര്യം എനിക്കില്ല. അഭിനവിന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പേടിയോ ടെൻഷനോ ഉണ്ടായിരുന്നില്ല. ശരീരത്തിൽ ഏതോ പ്രേതം കയറിയതുപോലെയാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിനക്കെന്നെ ഇപ്പോഴും ശരിക്കും മനസ്സിലായില്ലേ ഇർഫാൻ? ഓർത്തു നോക്ക്. ഇർഫാൻ ഭായ് അഭിനവിനെ തന്നെ നോക്കി നിന്നു.
എന്തുകൊണ്ടാണെന്നറിയില്ല, അഭിനവിനെ നല്ല പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി. എടാ, നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇർഫാൻ ഭായിയെ അപമാനിക്കുന്നത് കണ്ടതും കൂടെയുള്ളവർ അഭിനവിന് മേൽ ചാടി വീണു. ഇതിനിടയിൽ അഭിനവിന്റെ കയ്യിൽ കിടന്ന മോതിരം തെറിച്ചുപോയി. ഇർഫാൻ ഭായിയുടെ കാൽക്കൽ വന്ന് വീണു. ആ മോതിരം എടുത്ത് കയ്യിൽ വെച്ച് നോക്കിയപ്പോഴാണ് താൻ ശരിക്കും തീ കനലിലാണ് കാലെടുത്ത് വെച്ചതെന്ന് അവന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ഇർഫാൻ ഭായി അഭിനവിന്റെ കാൽക്കൽ വീണു. ടൈഗർ, എനിക്ക് മാപ്പ് തരണം ടൈഗർ. എനിക്ക് വലിയ തെറ്റുപറ്റി. അഭിനവ് ഒളിപ്പിച്ചിരുന്ന രഹസ്യം എല്ലാവരും അറിയാൻ പോവുകയാണോ? അവന് തന്റെ ഐഡന്റിറ്റി എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിക്കേണ്ടി വരുമോ? അഭിനവ് ഇർഫാന് മാപ്പ് കൊടുക്കുമോ? അഭിനവിനെ കുറിച്ച് അറിയുമ്പോൾ ശ്രീരാഗ് എന്താകും ചെയ്യുക? BR ഗ്രൂപ്പിൽ ഇനി അഭിനവിന്റെ റോൾ എന്താകും? ഇതൊക്കെ വിക്രം കൊടുത്ത പില്ലിന്റെ സൈഡ് എഫക്റ്റ് ആണോ? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.